മനുഷ്യ വന്യജീവി സംഘർഷം എന്നത് കേരളത്തിൽ ഏകപക്ഷീയമായ വന്യജീവി ആക്രമണം എന്നതിലേക്ക് വഴിമാറിയിട്ട് കാലം കുറച്ചായി. ജീവൻ നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ നിസ്സഹായതയുടെ കഥകൾ മലയോര മേഖലയുടെ മനസ്സ് മരവിച്ച യാഥാർത്ഥ്യമാണ്. ആ കണക്കിലേക്ക് നിർഭാഗ്യവശാൽ മലപ്പുറത്ത് നിന്ന് ഇന്നൊരു മനുഷ്യജീവൻ കൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു. കാളികാവിലെ ഗഫൂർ റബ്ബർ ടാപ്പിങ്ങിനായി പോയ ഗഫൂറിനെ കടുവ ആക്രമിച്ച് കൊല്ലുകയായിരുന്നു. കാട് കടന്നെത്തുന്ന മൃഗങ്ങൾ നാട്ടിലെ മനുഷ്യന്റെ ജീവിതത്തെ തകർക്കുമ്പോൾ സാധാരണക്കാരെ പ്രതിയാക്കുന്ന ഈ നാട്ടിലെ നിയമങ്ങളോട്, നിയമപാലകരോട് നിസ്സഹായരായ ജനം ചോദിക്കുകയാണ്, മനുഷ്യജീവന് എന്ത് വില? ആദ്യം RDX റാപ്പിലേക്ക് 59 സെക്കൻഡ്. പുലർച്ചെ അടയ്ക്കാക്കുണ്ട് പാറശ്ശേരി റബ്ബർ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് നടത്തുന്നതിനിടെയായിരുന്നു ഗഫൂറിനെതിരായ കടുവ ആക്രമണം. പിറകുവശത്തുകൂടി ചാടി വീണ കടുവ ഗഫൂറിനെ സമീപത്തെ വാഴത്തോട്ടത്തിലേക്ക് വലിച്ചുകൊണ്ടുപോയി. നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തി. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടന്ന നാട്ടുകാർ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടെടുത്തു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെങ്കിലും വലിയ സംഘർഷാവസ്ഥയിലേക്കും പോലീസും നാട്ടുകാരുമായുള്ള ഉന്തും തള്ളിലേക്കും കാര്യങ്ങളെത്തി. 10 ലക്ഷം രൂപ ഗഫൂറിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്നും കടുവയെ ഉടൻ മയക്കുവെടി വെച്ച് പിടികൂടുമെന്നും DFO എഴുതി നൽകി. കടുവയെ മയക്കുവെടി വെക്കുന്നതിനായി ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘവും കാളിക്കാവിലെത്തി. പത്തനംതിട്ട കോന്നിയിൽ MLAയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുണ്ടായ വാക്കേറ്റത്തിൽ MLAക്കെതിരെ പോലീസ് കേസെടുത്തു. ജോലി തടസ്സപ്പെടുത്തിയെന്ന ഉദ്യോഗസ്ഥരുടെ പരാതിയിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. RDX റാപ്പ് ന്യൂസ് മലയാളം. എന്തുകൊണ്ടാണ് പ്രതിഷേധമുണ്ടായത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നമ്മളെല്ലാം ആ വാർത്ത വിശദാംശങ്ങളടക്കം കണ്ടതാണ്. കടുവ ആക്രമണത്തിൽ ഗഫൂർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് കാളികാവിൽ വലിയ പ്രതിഷേധമുണ്ടായത്. DFOയെ തടഞ്ഞുവെച്ച് നാട്ടുകാർ പോലീസുകാരുമായി ഉന്തും തള്ളുമുണ്ടായി. ആ പ്രദേശത്ത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. മേഖലയിൽ വന്യജീവി സാന്നിധ്യമുണ്ടെന്ന് 3 മാസമായി നാട്ടുകാർ ബന്ധപ്പെട്ടവരോട് പരാതിപ്പെടുകയാണ് എന്നവർ പറയുന്നു. തെളിവുകളടക്കം നാട്ടുകാർ വനം വകുപ്പിന് കൈമാറിയിട്ടും നടപടി ഉണ്ടായില്ല എന്നതാണ് അവരുടെ രോഷത്തിന് കാരണമായത്. മേഖലയിൽ അടുത്ത കാലത്ത് കടുവാ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നാണ് വനം മന്ത്രി പക്ഷേ പറഞ്ഞത്. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ നാളെ ശ്രമം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള വിവരം. നാട്ടുകാർ ശാന്തരായത് നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാൽ ഉറപ്പുകൾ എഴുതി നൽകിയതോടെ മാത്രമാണ്. അതുവരെ പ്രതിഷേധവുമായിരുന്നു. 10 ലക്ഷം രൂപ വനം വകുപ്പ് ധനസഹായം നൽകും മരിച്ച ആളിൻ്റെ കുടുംബത്തിന്. ആദ്യ ഗഡു 5 ലക്ഷം നാളെ കുടുംബത്തിന് കൈമാറുമെന്ന് സർക്കാർ അറിയിച്ചു. കുടുംബത്തിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി, സ്ഥിരം ജോലിക്കായി ശുപാർശ ചെയ്യുകയും ചെയ്യും എന്ന് പ്രഖ്യാപനമുണ്ടായി. 4 ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റിയും കുടുംബത്തിന് ധനസഹായമായിട്ട് നൽകും എന്ന് ഇതിനകം നമ്മുടെ മുന്നിലേക്ക് വിവരങ്ങളുണ്ട്. കടുവ കണക്ക് നമുക്കറിയാം. 2022 കടുവ സെൻസസ് പ്രകാരം രാജ്യത്താകെ 3167 കടുവകളുണ്ട്. രാജ്യത്താകെ 2022 കണക്ക് പ്രകാരം കേരളത്തിൽ ആകെയുള്ളത് 213 കടുവകളാണ്. 2006 കേരളത്തിലുണ്ടായിരുന്നത് വെറും 46 കടുവകളായിരുന്നു എന്നാണ് ആ കണക്ക് പറയുന്നത്. കേരളത്തിലെ കടുവകളുടെ 16 വർഷത്തെ വളർച്ച 363%. രാജ്യത്ത് 124% വളർച്ചയുണ്ടായപ്പോൾ ഇവിടെ 363% വളർച്ചയുണ്ടായി. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ കടുവ കൊന്നത് 12 പേരെയാണ് എന്നതാണ് നമ്മുടെ കൈവശമുള്ള വിവരം. ഇതിൽ ഭൂരിഭാഗവും വയനാട്ടിലാണ്. ജില്ലയിൽ 10 വർഷത്തിനിടെ 8 മരണമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ മരിച്ചത് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലെ രാധയാണ്. ഈ ഗഫൂറിന് മുമ്പ് മരിച്ചത്. 2020-24 വരെ കാട്ടാനാക്രമണത്തിൽ സംസ്ഥാനത്ത് മരണം 102 എന്നാണ് കേന്ദ്രത്തിൻ്റെ കണക്കുകൾ പറയുന്നത്. കോന്നി MLA KU ജനീഷ് കുമാറിനെതിരെ പരാതി ഇന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകി. ഈ വാർത്തയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ആ വിവരം. വനം വകുപ്പ് ഓഫീസിലെത്തി ജോലി തടസ്സപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പരാതി നൽകിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ ജനീഷ് കുമാറിനെതിരെ കൂടുതൽ കേസ് എടുത്തിട്ടുണ്ട്. വനം വകുപ്പ് ഓഫീസിൽ വെച്ചുണ്ടായ സംഭവങ്ങളിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. MLAക്ക് പക്ഷേ നല്ല പിന്തുണയാണ് ക്രൈസ്തവ സഭാ കൂട്ടായ്മ കേരള കൗൺസിൽ ഓഫ് ചർച്ച് നൽകിയിട്ടുള്ളത്. MLAയുടെ പ്രതികരണം സാധാരണക്കാർക്ക് ജീവിക്കാൻ ധൈര്യം പകരുന്നതാണ് എന്ന് അവർ പറഞ്ഞു. ആ നിലക്കുള്ള പിന്തുണയാണ് കിട്ടുന്നത്. വന്യജീവി ശല്യം തടയേണ്ടത് വനം വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നവർ ചൂണ്ടിക്കാട്ടുന്നു. ജനീഷ് കുമാറിനെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല, പൂർണ്ണ പിന്തുണ നൽകും എന്നാണ് അവർ പറയുന്നത്. കോന്നിയിലെ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെക്കുറിച്ച് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഇന്ന് ന്യൂസ് മലയാളത്തോട് രാവിലെ വിശദമായി സംസാരിച്ചിരുന്നു. 1972 വന നിയമം മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയും കാട്ടുപന്നികളെ അടക്കം കൊന്നുതിന്നാൻ അനുമതി നൽകേണ്ടതിനെക്കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത്. ആ പ്രതികരണം കൂടി നമുക്ക് കണ്ടുവരാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മറ്റ് രാജ്യങ്ങൾ ചെയ്തതുപോലെയുള്ള നിയമങ്ങൾ എണ്ണം കൂടുന്നതനുസരിച്ച് അതിനെ ഇല്ലാതാക്കണം. അതാണ് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്.
ഒരു പരിധിവരെ വനസംരക്ഷണം നമുക്ക് വേണം, മൃഗങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്, ഒരു തർക്കവും അക്കാര്യത്തിലില്ല. പക്ഷേ ഇവിടുത്തെ അമ്മക്കുള്ളത് കാടൻ നിയമങ്ങളാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആ കാടൻ നിയമത്തിൻ്റെ മറവിലാണ് നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നത്. അതാണ് പ്രശ്നം. ആ നിയമം മാറ്റാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമാവണം. പക്ഷേ അതാണ് നമ്മളിപ്പോൾ അങ്ങേയറ്റം സങ്കടകരമായുള്ള വാർത്തയാണ്. ഒട്ടും പ്രതീക്ഷ അതിൻ്റെ വിശദാംശങ്ങൾ വായിച്ചപ്പോൾ നമ്മൾ നടുങ്ങിപ്പോകും. സിനിമയിൽ പോലും കാണാത്ത വിധത്തിലാണ് ഈ ഒരാളുടെ മുന്നിൽ നിന്ന് മറ്റേയാളുടെ കഴുത്ത് പിടിച്ച് കടുവ ഓടുകയായിരുന്നു. ഇതിപ്പോൾ അദ്ദേഹം രാജു അബ്രഹാം പറഞ്ഞതിനോട് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കുക എന്ന് തന്നെ എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുള്ളൂ. കാരണം മനുഷ്യരുടെ ജീവനാണ് മൃഗങ്ങളുടെ ജീവനേക്കാൾ വലുത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്? എന്താണ് ഇതിന് തടസ്സമായിട്ടുണ്ടാവുക? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതായത് കേരളം പൊതുവെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും നിലപാട് സ്വീകരിക്കാറ്. പൊതുവെ കുറച്ചുകൂടി ആധുനികമായ ഒരു സമീപനം വിഷയങ്ങളോടുണ്ടാവാറുണ്ട്. മാത്രമല്ല അങ്ങനെ സമൂഹത്തിന് മൊത്തത്തിൽ കൊള്ളാവുന്ന പദ്ധതികളടക്കം എല്ലാം ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രഖ്യാപിച്ചാൽ പോലും ഏറ്റെടുത്തത് കൃത്യമായി നടപ്പാക്കുന്ന ഒരു സംസ്ഥാനം എന്നത് കേരളമാണ്. പക്ഷേ ഈ വന നിയമത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യക്ക് മുഴുവൻ ഒരൊറ്റ നിയമമാണല്ലോ. അത് പ്രായോഗികമല്ല. ഇന്ത്യ അത്രമേൽ വ്യത്യസ്തമാണ്. ഇന്ത്യയിലെ കാടുകൾ വ്യത്യസ്തമാണ്. ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ഒരു സാന്ദ്രത, അത് ജനസാന്ദ്രത വ്യത്യസ്തമാണ്. ഇതെല്ലാം പരിഗണിച്ച് വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. കേരളത്തിൻ്റെ സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ സനീഷ് കാണിച്ച കണക്കിലുണ്ട് 46 കടുവകളാണ് 2006 കേരളത്തിലുണ്ടായിരുന്നത്. അതിപ്പോൾ 213 കടുവകളായി മാറിയിട്ടുണ്ട്. എത്ര കാലം കൊണ്ടാണ്? 20 വർഷം കൊണ്ട് ഇത്രയും വർധനയുണ്ടായിരിക്കുകയാണ്. അതായത് കടുവകളാണ് കാടിൻ്റെ ആരോഗ്യത്തെ നമുക്ക് കാണിച്ചു തരുന്നതെന്നാണല്ലോ പറയുന്നത്. അപ്പം അത്രയധികം ആരോഗ്യമുള്ള കാടുകളാണ് കേരളത്തിലുള്ളതെന്നാണ്. ഏറ്റവും ജനസാന്ദ്രതയേറിയ സംസ്ഥാനത്ത് ഇത്രയും ആരോഗ്യമുള്ള കാടുകൾ സംരക്ഷിച്ചു കൊണ്ടുവരുന്നു. കാടിൻ്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ കാടിൻ്റെ വിസ്തൃതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് ടോപ്പിങ്ങും കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലയ്ക്ക് നോക്കിയാൽ തരക്കേടില്ലാത്ത പരിസ്ഥിതി സംരക്ഷണം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഈ പരിസ്ഥിതി സംരക്ഷണം എന്നതിൻ്റെ പേരിൽ ആധുനികമായ ഒരു സമീപനം ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ 10 വർഷമായി ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന തീവ്ര പരിസ്ഥിതിവാദികളൊക്കെ ഇതിനോട് ഒരു തരത്തിലും യോജിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചയുണ്ടല്ലോ, ഇങ്ങനൊരു ചർച്ച പോലും സാധ്യമല്ലാത്ത ഒരവസ്ഥയാണ് 10 വർഷം മുമ്പുള്ളത്. പക്ഷേ ആ സമയത്തൊക്കെ ഇവിടെ കൃത്യമായി പരിസ്ഥിതി സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇപ്പം ഞാനൊരു കണക്ക് ഞാൻ പറയാം. കടുവകളുടെ കാര്യത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ആകെ വനമേഖല 11,524 സ്ക്വയർ കിലോമീറ്ററാണ്. അതായത് 30%. കേരളത്തിന് 30% വനമുണ്ട്. അതിൽ കേരളത്തിലെ കടുവകളുടെ എണ്ണം 213. നേരത്തെ സനീഷ് പറഞ്ഞു. ഒരു കടുവയ്ക്ക് വേണ്ട സ്ഥലം എന്ന് പറയുന്നത് കടുവകളുടെ സ്വഭാവം അനുസരിച്ച് അത് വ്യത്യസ്തമാണ്. പക്ഷേ എന്നാലും 20 സ്ക്വയർ കിലോമീറ്റർ മുതൽ 60 സ്ക്വയർ കിലോമീറ്റർ വരെയാണ് ഒരു മെയിൽ ടൈഗറിന് വേണ്ട സ്ഥലം. ഒരു ഫീമെയിൽ ആണെങ്കിൽ അത് ഒരു 10 മുതൽ 30 സ്ക്വയർ കിലോമീറ്റർ വരെ. നമ്മൾ ഈ ഇതിന്റെ മറ്റൊരാളുകളെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല. അപ്പോൾ ഈ കൂടിയ കണക്ക് നമുക്ക് ഒരു കടുവയുണ്ടാവും. അതാണ് ഒരു 30 സ്ക്വയർ കിലോമീറ്റർ. അതിന്റെ കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു 30 സ്ക്വയർ കിലോമീറ്റർ ശരാശരി നമ്മളങ്ങനെ കണക്ക് കൂട്ടിയാൽ പോലും എത്ര വേണ്ടി വരും? 6,390 സ്ക്വയർ കിലോമീറ്റർ കടുവയ്ക്ക് താമസിക്കാൻ തന്നെ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവയ്ക്ക് സ്വൈര്യമായി വിരാജിക്കാൻ തക്കവണ്ണമുള്ള ഒരു സ്ഥലം വേണം. അത് കേരളത്തിൽ അസാധ്യമായ ഒരു സംഗതിയാണ് തൽക്കാലത്തെ സാഹചര്യത്തിൽ. മാത്രമല്ല ഇവിടുത്തെ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി എല്ലാം എടുത്ത് പരിശോധിച്ചാൽ, ടൈഗർ റിസർവ് എടുത്ത് പരിശോധിച്ചാൽ തന്നെ ആ കണക്കുകളിലെ ഒരു കൗതുകം നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ പെരിയാർ ടൈഗർ റിസർവ് എടുത്ത് പരിശോധിച്ചാൽ 925 സ്ക്വയർ കിലോമീറ്ററാണ് പെരിയാർ ടൈഗർ റിസർവ് മുഴുവൻ. അവിടെയുള്ളത് 40 മുതൽ 45 വരെ കടുവകളാണ്. അതായത് 45 കടുവകൾക്ക് 30 സ്ക്വയർ കിലോമീറ്റർ വെച്ച് നമ്മൾ കണക്കൂട്ടിയാൽ പോലും 1350 സ്ക്വയർ കിലോമീറ്റർ വേണം അത്രയും കടുവകൾക്ക് ജീവിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കടുവകൾ നമ്മൾ പലതാണ്. ഇതിനു മുമ്പും കടുവ ചർച്ച വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, തോളൽ കൈയിട്ട് നടക്കുന്ന പോലെയാണ് കടുവകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് മാത്രം കാണപ്പെടും, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് ബഹുഭൂരിപക്ഷം സമയത്തും കാണപ്പെടുന്നത് എന്ന് പറയുന്ന കടുവകൾ മൂന്നാറിലും പറമ്പിക്കുളത്തും ഒക്കെ 4-5 എണ്ണം ഒരുമിച്ച് നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് ആ രീതിയിൽ മാറിക്കഴിഞ്ഞു കടുവയുടെ സാധ്യത. ഇത് കടുവ മാത്രമാണോ? ബാക്കി എല്ലാ മൃഗങ്ങളും ഇതുപോലെ വർദ്ധിക്കുന്നു. ഇപ്പോൾ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ കാര്യം എടുക്കാം. 344 സ്ക്വയർ കിലോമീറ്ററാണ് ആകെപ്പാടെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത്. അവിടെ 30 കടുവകളെങ്കിലും ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 30 കടുവകൾക്ക് 900 സ്ക്വയർ കിലോമീറ്റർ വേണം. അവിടെ സ്ഥലമില്ല. കടുവകൾ അത്രയധികം പെരുകിയിരിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ ലോകത്തെല്ലാം ഒരു മാർഗ്ഗമുണ്ട്. അതായത് ആധുനിക മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലത്തെല്ലാം ഈ കള്ളിങ് കൃത്യമായി നടക്കും. ഇവിടെ കടുവയെ പിടിച്ച് കൊല്ലണം എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അതിനെ പിടിച്ച് വേറെ ഇന്ത്യൻ കടുവകൾ തന്നെയാണല്ലോ, ബംഗാൾ ടൈഗർ ആണെങ്കിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുവിടുക എന്നുള്ളതാണ് അതിനകത്ത് കരണീയമായ മാർഗ്ഗം.
ആ മാർഗം ഒന്നുകിലും സ്വീകരിക്കണം. ഈ കടുവകളുടെ കാര്യത്തിൽ മാത്രമല്ല, ആനകളുടെ എണ്ണം, ഏത് മൃഗങ്ങളുടെ എണ്ണം എടുത്താലും കേരളത്തിൽ അത് വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആളുകൾ കാട് ഇങ്ങനെ വല്ലാതെ കയ്യേറുന്നത് കൊണ്ട് കടുവകളും മൃഗങ്ങളും എല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തെറ്റായ ഒരു സംഗതി തന്നെയാണ്. കാരണം ഇവിടുത്തെ കേരളത്തിലെ കാടുകളിലേക്ക് ആള് കയറുന്നതും കാടിന്റെ കയ്യേറ്റവും ഒക്കെ ഗണ്യമായി നിന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. വരുന്നൊരു ചോദ്യം ഹർഷൻ, അതായത് ഈ എല്ലാവർക്കും അറിയാവുന്ന, നമ്മളിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് ഈ സംഭവം ചെയ്യുന്നത്. എത്രയോ മനുഷ്യർ മരിച്ചു. വയനാടിന് മുമ്പ് രാധ എന്ന് പറയുന്ന സ്ത്രീ മരിച്ചല്ലോ. പക്ഷേ അത് സർക്കാരിന് മനസ്സിലാകാത്ത എന്താണ് ഇതിനകത്ത് ഇടപെടാനുള്ള പ്രയാസം? അല്ല, അത് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്നുള്ളത് സത്യമാണ്. ഈ എളുപ്പത്തിൽ, അതായത് ഇത്തരം ചില പൊടിക്കൈകൾ കാണിക്കാമെന്നുള്ളത് ഒഴിച്ചാൽ അതിപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതായത് പേപ്പട്ടിയെ വെടിവെക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് എഴുതിയപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ അടക്കം കേസെടുക്കുമെന്നാണ് കേന്ദ്രം തിരിച്ചിങ്ങോട്ട് പറഞ്ഞത്. അന്ന് മേനകാ ഗാന്ധി. അതാണ് അവസ്ഥ. കാരണം ആ നിയമങ്ങൾ കർശനമായി അങ്ങ് പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. വിചിത്രമായ നിയമങ്ങളാണ് ഈ വന നിയമങ്ങൾ. നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്നാൽ കേരളത്തിൻ്റെ രീതി എന്താണ്? ഒരു നിയമം ഉണ്ടെങ്കിൽ അത് കർശനമായി നടപ്പാക്കും. അതാണ് കേരളത്തിലെ പ്രശ്നം. അതുകൊണ്ട് ഈ വനം വകുപ്പിനെ തന്നെ ഇത്രയും ഭീകരമായി ആളുകൾ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്, വനം വകുപ്പ് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും. പക്ഷേ അത് ഈ കേരളത്തിൻ്റെ സാഹചര്യത്തിന് പറ്റുന്നതല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇനിയിപ്പോൾ പുലി എപ്പോഴും നമ്മൾ പറയുന്നുണ്ടല്ലോ, പുലി അവിടെ ഇറങ്ങി, പുലി ഇവിടെ ഇറങ്ങി. എല്ലാ ദിവസവും നമ്മൾ പുലി ഇറങ്ങിയ വാർത്ത നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ പുലി ഇറങ്ങിയ വാർത്ത ഇങ്ങനെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടൊരു വിദഗ്ധൻ്റെ ഒരു അഭിമുഖം കാണുമ്പോൾ അയാൾ പറയുകയാണ്, ഒരു പുലിയെ സംബന്ധിച്ചിടത്തോളം ആ പുലിയുടെ ഭക്ഷണത്തിന്റെ 40% പട്ടിയിറച്ചിയാണത്രേ. പട്ടിയാണ് തിന്നുന്നത്. അതായത് പുലി കാട്ടിൽ പോയി നിൽക്കുകയല്ല ചെയ്യുന്നത്. ഇന്ത്യയിൽ എവിടെ നോക്കിയാലും പുലി നാടിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇത് പട്ടിയെ പിടിച്ചാണ് ചാപ്പിടുന്നത്. ഇതാണ് ഇപ്പോൾ ആ പുലിയുടെ ഒരു മെനു എന്ന് പറയുന്നത് ഈ പട്ടിയാണ്. അപ്പോൾ അത് ഈ ആളുകൾ ജീവിക്കുന്ന പ്രദേശത്തോട് ചേർന്ന് തന്നെയാണ് ഈ പുലികളും വരുന്നത്. അതിൻ്റെയും എണ്ണം വല്ലാതെ പെരുകിയിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ലഭ്യതയും കൂടുതലാണ് പട്ടിയുടെ. എന്നാൽ പട്ടിയെ കൺട്രോൾ ചെയ്യാൻ മാർഗമുണ്ടോ? അത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്താണ് ഈ കാര്യങ്ങൾ. ഇപ്പോൾ വയനാട്ടിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ കാട്ടുപന്നികൾ ഇങ്ങനെ കൂട്ടമായിട്ട് നടന്നു പോവുകയാണ് ജനവാസ പ്രദേശങ്ങളിലൂടെ. എന്നുവെച്ചാൽ മനുഷ്യർ സഞ്ചരിക്കുന്ന നിരത്തിലൂടെ ഇങ്ങനെ നടക്കുക. ഞങ്ങളുടെ നാട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അവിടെ ഒരു കാലത്ത് ഞാൻ കേട്ടിട്ടില്ല അവിടെ അങ്ങനെ. കഴിഞ്ഞ ദിവസം അനീഷ് ബർസവും ഫേസ്ബുക്കിൽ എഴുതിയതുണ്ട്, നമ്മുടെ അനീഷ് ബർസവും. അതായത് ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് ഒരിക്കലും കാണാത്ത ജീവികൾ, ചിത്രത്തിൽ ഫോട്ടോയിൽ കണ്ടുന്ന ജീവികൾ മുന്നിൽ വന്ന് നിൽക്കുകയാണ് എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആ തരത്തിലുള്ള നടപടി. ഇത് ഏറ്റവും സങ്കടകരമായ കാര്യം, ഞാൻ ഈ കൊല്ലപ്പെട്ട അയാളോടൊപ്പം പോയൊരു സുഹൃത്ത് രാവിലെ ടാപ്പിങ്ങിന് പോവുകയാണ്. രാവിലെ ടാപ്പിങ്ങിന് പോയി നിന്ന് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അവരവരുടെ ദൈനംദിന ജോലി, എത്രയോ കാലമായിട്ട് ചെയ്യുന്ന ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ പോകുമ്പോൾ കൂടെ നിന്ന് ആളെ കടിച്ചു കൊണ്ടുപോവാണ് കടുവ. അങ്ങേറ്റം ദുരിതമാണ്. രാജു അബ്രഹാം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിനകത്ത് ശാസ്ത്രീയമായി ഈ കാര്യങ്ങളെ സമീപിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെതായ ഒരു സ്വാതന്ത്ര്യം ഈ വിഷയത്തിൽ എടുക്കണം. വേറെ ആളുകൾ കോടതിയിലൊക്കെ പോകുമായിരിക്കും, പക്ഷേ ഒരു സ്വാതന്ത്ര്യം എടുക്കണം. ഈ വനം വകുപ്പ് ഇങ്ങനെ ആളുകളെ വല്ലാതെ കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ടാവരുത് എന്നുള്ളതാണ് ഒരു കാര്യം. ഈ പന്നിയുടെ കാര്യം ഇന്ന് രാവിലെ രാജു അബ്രഹാം പറഞ്ഞു, മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട്. ഈ പന്നിയെ അത്രയധികം പന്നി, ഞാൻ പറഞ്ഞില്ല, കുട്ടനാട്ടിൽ വരെ കാട്ടുപന്നി വരുന്ന ഒരു സ്ഥിതി ഉണ്ടായ സാഹചര്യത്തിൽ പന്നിയെ വെടിവെച്ച് കൊല്ലാനും പന്നിയെ തിന്നാനുമുള്ള അവകാശം ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. അതാണ് ആധുനിക മനുഷ്യൻ ചെയ്യുക. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് അവസാനിപ്പിക്കാം. വനം വകുപ്പിന്റെ 10 ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 4 ലക്ഷങ്ങളുടെ കണക്ക് കേട്ട് തഴമ്പിച്ചതാണ് മലയോരത്തെ മനുഷ്യരുടെ കാത്. ഏത് നിമിഷവും കടുവയും കാട്ടാനയും സ്വന്തം വീട്ടുമുറ്റത്ത് നിന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ട നിസ്സഹായത. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് സർക്കിൾ ഓഫ് ലൈഫ് നിലനിർത്തേണ്ടതിന് മലയോരത്തെ സാധാരണക്കാർ എതിരല്ല. പക്ഷേ ഏകപക്ഷീയമായി മലയോര ജനതയ്ക്കെതിരായി നിൽക്കുന്ന നിയമത്തിനും നിയമപാലകർക്കുമാണ് മാറ്റം വേണ്ടത്. മൃഗങ്ങൾ കാടിറങ്ങാതെ നോക്കേണ്ടതും ജനങ്ങളെ കൃത്യമായി ബോധവൽക്കരിക്കേണ്ടതും വനംവകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. മനുഷ്യജീവൻ എടുക്കപ്പെടുന്നത് പോലെ തന്നെയാണ് ജീവനോപാധി നഷ്ടമാകുന്ന മനുഷ്യരുടെ നിലവിളികളും. ഇത് മലപ്പുറത്തോ വയനാട്ടിലോ ഇടുക്കിയിലോ പത്തനംതിട്ടയിലോ എറണാകുളത്തോ മാത്രം ഒതുങ്ങുന്നതല്ല. മനമില്ലാത്ത കുട്ടനാട്ടിൽ പോലും കാട്ടുപന്നി ഇറങ്ങുമ്പോൾ അത് കേരളത്തിൻ്റെ മുഴുവൻ ആകുലതയായി മാറുകയാണ്. നിയമങ്ങളുടെ പൊളിച്ചെഴുത്ത്, നിയമപാലകരുടെ കാര്യനിർവഹണം, ഒപ്പം പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യപ്രാപ്തി, അതിലൂടെ മാത്രമേ കേരളത്തിന് ഈ ദുർഗതിയിൽ നിന്ന് കരകയറാനാകൂ എന്ന് RDX ഓർമ്മപ്പെടുത്തുകയാണ്. കേട്ട് മടുത്ത ഒരു വാചകം കൂടി പറയുന്നു, ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, ഇനിയെങ്കിലും പൊലിയാതിരിക്കട്ടെ മറ്റൊരു ജീവൻ കൂടി.